ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര യാർത്തുംപടിയിലാണുള്ളത്. മെറ്റാഫിക്സ് എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭമായ ഇൻഡസ്ട്രിയൽ മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മൾ അയൺ ഇൻഡസ്ട്രി മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ഇൻഡസ്ട്രിയിലുള്ളത്. കാലാനുസൃതമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കാലോചിതമായ ഇടപെടൽ നടത്തിയ ഒരു മേക്കിംഗ് ആണ് അവരിത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നുമല്ല, നമ്മളെ വിറകിൻ്റെ അടുപ്പ്. നമ്മൾ പല റീൽസും വീഡിയോസൊക്കെ കാണുന്നത് ഒട്ടുമിക്കും നമ്മളെ കേരളത്തിന് പുറത്തുള്ളതൊക്കെയാണ്, പലരും കാണാറില്ല. അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ളതാണ്. നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ സെൻട്രൽ പൊസിഷനിൽ കിടക്കുന്ന വേങ്ങരയിൽ യാർത്തുംപടിയിൽ ഈ സാധനം വളരെ മിതമായ വിലയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊപ്പറേറ്ററും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക തലയും തലച്ചോറൊക്കെ ആയിട്ടുള്ള ഷംസു നമ്മളെ കൂടെ ഉണ്ട്. ഷംസു നമ്മളെ ഫ്രണ്ടും കൂടിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നും കൂടി ഈ വീഡിയോയിൽ വരാനുള്ളത് ഒരു താല്പര്യം കാണിച്ചത്. കാരണം ഹീസ് എ എക്സ്പേർട്ട് ഇൻ എഞ്ചിനീയറിംഗ്. പ്രത്യേകിച്ച് ഈ അയൺ മേഖലയിലുള്ള ഒരുപാട് ക്രിയേറ്റീവ് ഐറ്റംസ് നമുക്ക് പരിചയപ്പെടുത്തുന്നതിന്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അതിസമ്പന്നമായ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പ്രത്യേകിച്ച് വിദേശ GCC കൺട്രീസിലൊക്കെ എഞ്ചിനീയറിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലൊക്കെ അതിസമ്പന്നമായ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് നിങ്ങളടിയിൽ പരിചയപ്പെടുത്തുമ്പോൾ അത് ട്രസ്റ്റബിൾ ആയ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ. ഷംസു സാഹിബ്, ഒന്ന് സാധനത്തെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗ്യാസ് അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഗ്യാസ് അടുപ്പിന് പകരം വിറകടുപ്പ് ഉണ്ടാക്കിയിട്ട് കുറഞ്ഞ വിറകിൻ്റെ ചെലവിൽ നമ്മൾ എയർ ബ്ലോവറിൽ കടത്തി വിട്ടിട്ട് നല്ല നിലയിൽ ഹീറ്റ്, അതായത് ഗ്യാസിനെക്കാട്ടി കൂടുതൽ ഹീറ്റായിട്ട് കിട്ടുന്ന തരം അടുപ്പുകളാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം, അവർക്ക് വേണ്ടത് ഏത് രൂപത്തിൽ, അതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് അവരുടെ വിറകിന്റെ ചില ആളുകൾക്ക് മട്ടലൊക്കെ ആകുമ്പോൾ അതിന്റെ വീതി കൂടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇത് ഹോട്ടൽ പർപ്പസ് ആണ്. ഏകദേശം 50 കിലോ വരെ ഇതില് ഇത് ചെയ്യും. ഇതെല്ലാം ഓർഡറാണ്. ഇത് എത്ര കിലോന് അങ്ങനെ എന്തെങ്കിലും? ഇത് 50 കിലോന്റെ ആണ്. 50 കിലോന്റെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഫയർ റെസിസ്റ്റ് സിമെന്റ് ആണ്. അത് ഇത് ഭയങ്കര ചൂടായിരിക്കും. പുറത്തുനിന്ന് നമ്മൾ തട്ട ചൂടാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് വൂളായിട്ട് ഇത് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഗ്ലാസ് വൂളായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര പെട്ടെന്ന് ചൂടുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരുപാട് രൂപത്തിലുള്ള ചൂടുണ്ടാവില്ല. പിന്നെ ഏതൊക്കെയുണ്ട് ഇവിടെ? 1-2 നമ്മൾ കണ്ടല്ലോ. ഇത് പിന്നെ ഇത് എത്ര കിലോന്റെ ആണ്? ഇത് 20 കിലോന്റെ സാധനമാണ്. 20 കിലോന്റെ. ഞാൻ ഇതിൽ വേറെ ഇതിന്റെ 1-2 സംഗതികൾ അടുപ്പ് കണ്ടപ്പോൾ നമ്മളൊക്കെ ഉണ്ടല്ലോ റീൽസ് കാണുമ്പോൾ നമ്മളത് എൻക്വയറി ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടായത് തരാം. നമ്മൾ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അതിന്റെ ഒരു പ്രയാസം തരാം. ഗ്യാസ് അടുപ്പ് എന്താ വെച്ചാൽ നമുക്ക് ഒറ്റ തിരിച്ചൽമലാണ്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതാണ് അടുപ്പ് കത്തിച്ചു കൊണ്ടുവരേണ്ട അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസം? അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല. ചെറിയൊരു ഇത് കത്തിപ്പിടിക്കുന്ന ഒരു സമയം വേണ്ടി വരും. അത് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മൾ ബ്ലോവർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ബ്ലോവറിന്റെ കാറ്റുണ്ടാവും, കാറ്റുണ്ടാവും. ആ ബ്ലോവർ ഫ്ലാനിന്റെ കാറ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അത് പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിറകിന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കുറച്ചിട്ട് ഓക്സിജനെ കത്തിച്ച് വിടും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഗ്യാസിന്റെ അതേ ചൂട്, അതേമാതിരി അത്ര കൂടുതൽ സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയൊരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ പുക ഒന്നും ഉണ്ടാവില്ല. ഇത് എത്ര കിലോന്റെ ഐറ്റം ആണ് ഇപ്പൊ ഈ ചെറിയ അടുപ്പ്? ചെറിയ അടുപ്പ് 15 കിലോന്റെ ആണ്. ഇത് വീടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ വീടുകളിലൊക്കെ ഉള്ളതിനും, അതുപോലെ ഹോട്ടലുകൾ ഉണ്ടല്ലോ, ഹോട്ടലുകളിലെ ചായ അതുപോലെ ചെറിയ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അതാണ്. ഏതായാലും മലപ്പുറം ജില്ലയിൽ നമ്മളെ തൊട്ടടുത്ത് ചമ്മാടിൻ്റെയും വേങ്ങരൻ്റെ ഒക്കെ തൊട്ടടുത്തുള്ള പ്രദേശത്തും യാർത്തുംപടിയിലാണ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത്. നമുക്ക് ദൂരം ഒന്നും പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച, പ്രത്യേകിച്ച് GCC കൺട്രിയിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരുപാട് മെഷീനറീസ് വരെ നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിവുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഒരു ക്രൈസിസ് വന്നപ്പോൾ, പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ഒക്കെ ക്രൈസിസ് വന്നപ്പോൾ ഇങ്ങനെ ഒരു അടുപ്പ് ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടുന്ന അതുപോലെ തന്നെ നിങ്ങൾ പാർക്കിന്റെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. പാർക്ക്, ജിമ്മ്, ചിൽഡ്രൻസ് പാർക്ക്, ജിമ്മ്, പിന്നെ അതുപോലെ വീടുകൾക്ക് മുന്നിൽ അലങ്കാരത്തിനായിട്ട് വെക്കുന്ന ഊഞ്ഞാലുകള്, പിന്നെ അതുപോലെ കമ്പനികൾക്ക് അവരുടെ മെഷീനറികൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അവരെന്താണോ പറയുന്നത് അത് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രഷർ ഉണ്ടല്ലോ, ക്രഷറിന്റെ ഉള്ളിലേക്ക് അപ്പോൾ കൺവെയറുകൾ ഉണ്ട്. ആ കൺവെയർ ഒരു ഉദാഹരണം പറയാം. ക്രഷർ എന്ന് പറഞ്ഞാൽ പൊടിക്കുക, അതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഒരു ഭാഗത്ത് നിന്ന് കല്ലുകും, അതിനങ്ങോട്ട് പൊടിച്ചിട്ട് ഇത് ചെയ്യുന്ന. അപ്പോൾ ആ പൊടിച്ച് മുതൽ അത് അവസാനം വരെ വന്നിട്ട് അത് ലോറിയിലേക്ക് വീഴുന്ന അതിലേക്കുള്ള എല്ലാ എക്യുപ്മെന്റുകളും ചെയ്തു കൊടുക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അടുപ്പുകൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന്റെ അത്രയും
പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഈ അയൺ ആൻഡ് മെറ്റൽ ഐറ്റംസിൽ എന്തെല്ലാം വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നുന്നുണ്ടോ അതിനെല്ലാം ഈ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക, അവരെ ബന്ധപ്പെടാം, നമുക്ക് ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയിലാണ്, നമ്മളെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിൽ നമ്മളെ ചമ്മാടിൻ്റെയും വേങ്ങരൻ്റെയും കോട്ടക്കലിൻ്റെ അടുത്തൊക്കെ തൊട്ടടുത്ത് മെയിൻ റോഡിലാണ് മെറ്റാഫിക്സ് എന്ന് പറഞ്ഞ ഈ പ്രഗത്ഭ കമ്പനി ഉള്ളത്. ഏതായാലും ഷംസുൻ്റെ നമ്പറോ അതുപോലെ തന്നെയുള്ള ആളുകളെ നമ്പറൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. വിളിക്കുക, ബന്ധപ്പെടുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.